പാലക്കാട് മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയത്തിലെ പാചകപ്പുരയിൽ നിന്നും പുഴുവരിച്ച ഭക്ഷ്യസാധനങ്ങൾ പിടികൂടിയ സംഭവത്തിൽ നടപടി വൈകുന്നതായി പരാതി. വിദ്യാർത്ഥികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് രക്ഷിതാക്കളെത്തി നടത്തിയ പരിശോധനയിലാണ് പുഴുവരിച്ച പച്ചക്കറിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും കണ്ടെത്തിയത്. സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 20-ാം തീയതിയാണ് മലമ്പുഴ ജവഹർ നവോദയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണത്തിൽ നിന്നും പുഴുവിനെ ലഭിച്ചത്. വിദ്യാർത്ഥികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പിറ്റേന്ന് രക്ഷിതാക്കൾ സ്കൂളിലെ പാചകപ്പുരയിലും മറ്റും നടത്തിയ പരിശോധനയിൽ കണ്ട കാഴ്ചകൾ ഞെട്ടിക്കുന്നതായിരുന്നു. അഴുകിയ പച്ചക്കറികൾ, പൂപ്പൽ ബാധിച്ച അരിയും പരിപ്പും. രക്ഷിതാക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സ്കൂളിലെത്തി പരിശോധന നടത്തിയിരുന്നു. മാത്രമല്ല, അഴുകിയ പച്ചക്കറി കൊണ്ടുവന്ന വിതരണക്കാരനെ തിരിച്ചയക്കുകയും ചെയ്തു. സംഭവത്തിൽ ജില്ലാ കളക്ടർക്കുൾപ്പെടെ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും നടപടി വൈകുന്നതായാണ് പരാതി. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ വിദ്യാലയത്തിൽ ഗുണനിലവാരമില്ലാത്ത ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്തു എന്നത് ഗൗരവമേറിയ വിഷയമാണ്. ഈ വിഷയം രക്ഷിതാക്കൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് പിഴ ഈടാക്കുകയും ചെയ്തിട്ടും കരാറുകാരനെതിരെ നടപടിയെടുക്കാത്തത് സംശയകരമാണ്. കരാറുകാരനിൽ നിന്ന് അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ കമ്മീഷൻ കൈപ്പറ്റുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുകയാണ്. ഒരു അപകടത്തിലേക്ക് വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തെ കൊണ്ടുചെന്നെത്തിക്കാതെ അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരം കാണാനുള്ള നടപടികൾ ജില്ലാ ഭരണകൂടവും ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ മലമ്പുഴ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. അതേസമയം വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം മാറ്റി നൽകിയെന്നും ഭക്ഷണം നൽകുന്ന കരാറുകാരനെ താക്കീത് ചെയ്തിട്ടുണ്ടെന്നുമാണ് സംഭവത്തിൽ സ്കൂൾ അധികൃതർ പറയുന്നത്. ജനം, പാലക്കാട്.